ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അന്ന് നീ പോലീസുകാർക്കെന്നെ ഒറ്റിക്കൊടുക്കുമായിരുന്നു അല്ലേ? നോ, എന്ത് വൃത്തിയാണ് നീ പറയുന്നേ? ഞാൻ നിന്നെ ഒറ്റിയെന്നോ? നിന്റെ ബുദ്ധിപരമല്ലാത്ത നീക്കങ്ങള് നിന്നെ പോലീസ് വലയിലാക്കി. അതാണ് സത്യം. എന്റെ പുക കാണാനാണ് നിന്റെ വരവ്. മച്ചു, നീ എന്താടാ ഇങ്ങനെ? എങ്ങനെ? നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത പോലെ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്താ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം? എന്റെ വരവിന്റെ ഉദ്ദേശം എന്താണെന്ന്? നിർത്ത്. വിക്രം, നിനക്ക് എന്ത് പറ്റിയടാ? നമ്മുടെ പഴയ കാലമൊക്കെ നീ മറന്നുപോയോ? ഓർക്കാൻ ഇഷ്ടമില്ലാത്തൊക്കെ മറക്കാൻ എനിക്കിഷ്ടം. ഓ, ഫിലോസഫി. നോ, ലൈഫ്. ഭാര്യ, കുടുംബം, ബന്ധങ്ങൾ, ബിസിനസ്, പണം, അങ്ങനെ ഒരു പുതിയ മേഖലയിലാണ് ഞാനിപ്പോ ചൂടുറപ്പിച്ചിരിക്കുന്നത്. ആ ചൂട് നീ മാറ്റി ചവിട്ടണ്ട. പക്ഷേ നിന്നെപ്പോലെ എനിക്ക് പഴയ കാലങ്ങളൊന്നും അത്ര പെട്ടെന്ന് മറക്കാനാവില്ലടാ. അനാഥാലയത്തില് ഒരേ മനസ്സും രണ്ട് ശരീരവുമായിട്ട് കഴിഞ്ഞവരല്ലടാ നമ്മള്. സുഖത്തിലും ദുഃഖത്തിലും നമ്മള് തുല്യ പങ്കാളികളായിരുന്നു. അതൊന്നും നീ ഓർക്കുന്നില്ലേ? പ്രായപൂർത്തിയായപ്പോ നമ്മൾ ഒരുമിച്ചാ അനാഥാലയം വിട്ട് ഇറങ്ങിയത്. അതിനുശേഷം നമ്മൾ ചെയ്യാത്ത ജോലികളില്ല, അനുഭവിക്കാത്ത കഷ്ടപ്പാടുകളില്ല, പട്ടിണി. കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന നക്കാപ്പിച്ച കാശിന് ഇടാ ഒരു ചില്ലി തൊട്ടുപോലും നമുക്ക് മിച്ചം വെക്കാനുണ്ടായിരുന്നില്ല. ആരെ കൊന്നിട്ടായാലും പണം സമ്പാദിക്കണം, കോടീശ്വരന്മാരാവണം, കാറും ബംഗ്ലാവും കണക്കറ്റ സ്വത്തുക്കളും സ്വന്തമാക്കണം. എടാ, അതായിരുന്നു നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന സ്വപ്ന ലോകം. ഓർമ്മയില്ലേ നിനക്ക്? ആ സമയത്താ പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള മാർഗം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വന്നത്. എന്താടാ നീ എന്താ കിതക്കുന്നേ? പറയാം. ഒരു പോലീസ് ജീപ്പ് ഇങ്ങോട്ട് പോയാ? ഏയ്, നീ എന്തെങ്കിലും മോഷ്ടിച്ചാ? ഇത് നീ മോഷ്ടിച്ചാണോ? അല്ല, ചെയ്ത ജോലിക്ക് കൂലി കിട്ടി. ഇത്രയും വേണോ? ഇനിയും പട്ടിണി കിടക്കാൻ വയ്യടാ, പണം വേണം. എന്നെയും നിന്നെയും തോൽപ്പിച്ച പണത്തിന്റെ മോളിൽ കിടന്ന് നമുക്ക് ഉറങ്ങണം. അല്ല, നീ എന്തൊക്കെയാ പറയുന്നേ? ഈ നോട്ടിന്റെ ഗന്ധത്തില് ലഹരി മണക്കുന്നില്ലടാ. ഡ്രഗ്സ്? അതേടാ. തൽക്കാലം നമ്മുടെ മുന്നിൽ മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അതിന്റെ കച്ചവടം അങ്ങ് തുടങ്ങി. പട്ടിണിയുടെ ചൂടിലും ചൂരിലും കച്ചവടത്തിന്റെ നെറിയേട് ഞാൻ മറച്ചു പിടിച്ചു.
കഞ്ഞണം കുത്തി കാണിച്ച പണത്തെ കാൽ കീഴിലാക്കുകയായിരുന്നു നമ്മുടെ ലക്ഷ്യം. എടാ ആദ്യം നമ്മൾ വെറും കാരിയേഴ്സ് ആയിരുന്നു. പിന്നീട് അത് ബൾക്കായിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. ഇരുളടഞ്ഞ വഴികളില് കച്ചവടം പൊടി പൊടിച്ചു. ശത്രുക്കളുടെ എണ്ണം പെരുവരുത്തു. പോലീസുകാര് നിത്യശല്യക്കാരായി. ഒടുവില് കാശെറിഞ്ഞും തലയെടുത്തും ആർക്കും തൊടാനാവാത്തൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു. പണം നമ്മുടെ കാൽ കീഴിലായി. അധികാരവും അധികാരികളും ചൊൽപ്പടിക്കായി. മതി. അപ്പോഴൊന്നും നീ പറയാതിരുന്നൊരു വാക്കാണിത്, മതിന്ന്. എടാ, പച്ചയ്ക്ക് 1-2 ജീവൻ എടുത്തപ്പോ പോലും നീ പതറിയിട്ടില്ല. അങ്ങനെ ശത്രുക്കളെ വെട്ടിവീഴ്ത്തിയും കൊന്നും കൊല വിളിച്ചും വിജയഭേരി മുഴക്കി നമ്മൾ മുന്നോട്ടു പോയി. ആ ഇടയ്ക്ക ഒരു ലഹരി ഇടപാട് കേസിൽ പിടിക്കപ്പെട്ട് ഞാൻ ജയിലിലായി. ബുദ്ധിമാനായ നീ പിടിയിൽ പെടാതെ രക്ഷപ്പെട്ടു. എടാ വിക്രം, സത്യത്തില് അന്ന് നീ പോലീസുകാർക്കെന്നെ ഒറ്റിക്കൊടുക്കുമായിരുന്നു അല്ലേ? നോ, എന്ത് വൃത്തിയാണ് നീ പറയുന്നേ? ഞാൻ നിന്നെ ഒറ്റിയെന്നോ? നിന്റെ ബുദ്ധിപരമല്ലാത്ത നീക്കങ്ങള് നിന്നെ പോലീസ് വലയിലാക്കി. അതാണ് സത്യം. പലപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞതാ ജെയിംസുമായിട്ടുള്ള ഇടപാട് ശരിയല്ലെന്ന്. ഓ എടാ, 1-ാം തരം ഒറ്റുകാരനാണ് അവൻ. മാനത്തെ കൊട്ടാ